ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് ഓട്സ് നേന്ത്രപ്പഴം കൊണ്ടൊരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി വേഗം അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, പാലെടുക്കണം. ഒരു ജാറെടുത്തു, അതിലോട്ട് നമുക്ക് ഈ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇത്ര റവ എടുത്തിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ, അല്ലെങ്കിൽ തെറിച്ച് പോവേ. ഏതാനും നമുക്ക് ഈ പഴം ഉണ്ടല്ലോ തൊലിച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഓട്സ് കൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായൊരു പലഹാരം ഉണ്ടാക്കുമല്ലോ ഓട്സ് കൊണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ടേസ്റ്റുമാണ് കഴിക്കാൻ. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ. അതിൻ്റെ തൊലി കളഞ്ഞു ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കുഞ്ഞു കുഞ്ഞായി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. പഴം നന്നായിട്ട് വെന്ത് വരുമ്പോഴായിരിക്കും അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പച്ചയാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. പഴം ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്, ഇത്ര മതിയാവും. നമുക്കിത് കോരിയെടുക്കാം. കേട്ടോ, കോരിയെടുത്തു. ഒരു നല്ലൊരു മണമാണ് ഈ നെയ്യിലിങ്ങനെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ലേശം പൊട്ടിക്കടലയും തേങ്ങയുമാണ്, ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ കടലയൊക്കെ നന്നായിട്ട് നെയ്യിലൊന്ന് വഴണ്ടി വരണം. ഇതാട്ടോ, അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതായപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ചപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പിടണം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ, നന്നായി അരിയൊന്നും വേണ്ട. ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തു, അതിലോട്ട് ലേശം നെയ്യ് നമുക്ക് തടവി കൊടുക്കാനുണ്ട്. ബ്രഷ് കൊണ്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ അതിപ്പോൾ ഇങ്ങനായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലേശം പഴം ഇങ്ങനെ വിതറി കൊടുക്കാം അടിയിൽ. കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി കുറച്ച് പഴമുണ്ട്, ഇത് നമുക്ക് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ ഫുള്ളായിട്ട് ആ പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തട്ടി കൊടുക്കാം, എല്ലാവിടെയും കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം.
ഇതാ ഒരു ഇഡ്ഡലി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അത് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടായിട്ടുണ്ട്, വെള്ളം വെച്ച് കൊടുക്കാം. ഇതാ അതിലോട്ട് ഇതാ വെച്ച് കൊടുക്കാം, മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ആവിയിൽ വേവട്ടെ. ഇതാ നമ്മുടെ അപ്പം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഇത് വെച്ച് കുത്തി നോക്കുമ്പോൾ എന്താ വരുന്നില്ല, വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ആറാൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് ആറിയാലേ ഇത് വിട്ട് വരുള്ളൂ. ഇതാ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ വേറൊരു പ്ലേറ്റ് വെച്ചു, മൂടി ഇങ്ങനെ കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പഴമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാനെന്ന് പറയുന്നത് വളരെ ടേസ്റ്റാണ്. കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാനുള്ള അടിപൊളി ടേസ്റ്റാണ്.